സംസ്ഥാനത്തെ നെൽകർഷകർക്ക് ആശ്വാസ വാർത്ത. നെല്ലിൻ്റെ താങ്ങുവില കുടിശ്ശികയിൽ 344.81 കോടി രൂപ കേന്ദ്രം അനുവദിച്ചതോടെ കർഷകർക്കുള്ള നെൽവില വിതരണം ബാങ്കുകൾ പുനരാരംഭിച്ചു. ഇതോടെ ഈ സീസണിലെ ഒന്നാം വിളയുടെ നെല്ല് കൈമാറിയ മുഴുവൻ കർഷകർക്കും നെല്ലിൻ്റെ പണം ഇന്നും നാളെയുമായി അക്കൗണ്ടുകളിലെത്തും. നെല്ലിന്റെ താങ്ങുവില ഇനത്തിൽ 1343 കോടിയാണ് കേന്ദ്രം സംസ്ഥാനത്തിന് നൽകാനുണ്ടായിരുന്നത്. ഇതിൽ 344.81 കോടിയാണ് നിലവിൽ അനുവദിച്ചിരിക്കുന്നത്. 998.19 കോടി അപ്പോഴും കടമായി തുടരുകയാണ്. കേന്ദ്രം അനുവദിച്ച പണം സംസ്ഥാന സർക്കാർ നെല്ല് സംഭരണത്തിനായി SBIയും കാനറ ബാങ്കും ഉൾപ്പെട്ട കൺസോർഷ്യത്തിന് കൈമാറി. സംസ്ഥാനത്താകമാനം 17,980 കർഷകർക്കായി 127.04 കോടി രൂപയാണ് ഒന്നാം വിളയുടെ പണമായി ലഭിക്കാനുണ്ടായിരുന്നത്. ഇത് വിതരണം ചെയ്ത ശേഷം മിച്ചം വരുന്ന 217.41 കോടി രൂപ പുഞ്ചകൃഷിയുടെ നെല്ല് സംഭരണത്തിനായി വിനിയോഗിക്കും. രണ്ടാം കൃഷിയുടെ നെല്ല് സംഭരണം പൂർത്തിയായി ആഴ്ചകൾ കഴിഞ്ഞെങ്കിലും നെല്ലിന്റെ വില ലഭിക്കാത്തത് കർഷകരെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. ജനുവരി 2ാം വാരത്തിന് ശേഷം പാസാക്കിയ PRS രസീതുകൾക്കാണ് പണം ലഭിക്കാതിരുന്നത്. ഇതോടെ കർഷക പ്രതിഷേധങ്ങൾ വ്യാപകമായിരുന്നു. കൃഷി തന്നെ ഉപേക്ഷിക്കാൻ തയ്യാറായ കർഷകർക്കാണ് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഇപ്പോൾ ആശ്വാസമാകുന്നത്. അമൃത ന്യൂസ്, ആലപ്പുഴ.